ഹായ് സ്റ്റുഡൻസ്, +2 ഫിസിക്സ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമുക്ക് +2 ഫിസിക്സിൽ 14 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മുടെ ഹീറോ എന്ന് പറഞ്ഞിരുന്നത് മാസ് ആയിരുന്നു. മാസ് വാസ് അവർ ഹീറോ. സെക്കൻഡ് ഇയറിൽ നമ്മുടെ ഹീറോ ചാർജ് ഇസ് അവർ ഹീറോ. ചാർജ് ഒരു മാറ്ററിൻ്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി, ബേസിക് പ്രോപ്പർട്ടിയിൽ ഒന്നാണ് ആ മാറ്ററിന് മാസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്, നോർമൽ വിസിബിൾ മാറ്ററിന്. അതിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ്, ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് ചാർജ് എന്ന് പറയുന്നത്. ബേസിക് പ്രോപ്പർട്ടിയാണ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ചാർജ്? അതാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ചാർജിനെ ബേസ് ചെയ്തുള്ള ഫിസിക്സ് ആണ് സെക്കൻഡ് ഇയറിൽ നമുക്ക് കൂടുതലും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, യൂണിറ്റ് 1. ഓക്കെ, എന്താണ് ചാർജ് എന്ന് പറയാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ട് അറിയേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം വാട്ട് യു മീൻ ബൈ ആറ്റം? ആറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി നമുക്കറിയാം ഇറ്റ്സ് അല്ലേ, ഒരു മാറ്ററിനെ നമ്മൾ ഡിവിസിബിൾ അല്ലാത്ത എന്നൊക്കെ രീതിയിൽ നമ്മൾ കെമിസ്ട്രിയിൽ കേട്ടിട്ടുണ്ടാവും. ബേസിക്കലി ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസിസ്റ്റ് ഓഫ് എ ന്യൂക്ലിയസ് ആൻഡ് സറൗണ്ടഡ് ബൈ റിവോൾവിംഗ് ഇലക്ട്രോൺസ്, റൈറ്റ്? ന്യൂക്ലിയസിൽ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, എക്സെപ്റ്റ് ഹൈഡ്രജൻ ആറ്റം. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നു എന്നും കേട്ടിട്ടുണ്ട്, റൈറ്റ്? ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണെന്നും നമുക്കറിയാം, പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയാം, നെഗറ്റീവ് ചാർജ്. എത്രയാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്? എത്രയാണ് ഇലക്ട്രോണിൻ്റെ മാസ്? ഇത് നമുക്കറിയാം അല്ലേ? എത്രയാണ്? ചാർജ് ഓഫ് പ്രോട്ടോൺ ഈസ് 1.6 × 10⁻⁻19 കൂളും. ആൻഡ് charge of electron is again the same, but it is minus 1.6 × 10⁻⁻19 coulomb. And mass of electron is 9.1 × 10⁻31 kilogram. And mass of proton is 1.6 × 10⁻27 kilogram. ഇതാണ് ചാർജും മാസും ആരുടെ? പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും. നിങ്ങൾക്കറിയാം ന്യൂട്രോണിന് മാസ് ഉണ്ട്, പക്ഷേ എന്തില്ല? ചാർജില്ല. നമ്മൾ ചാർജിനെ ബേസ് ചെയ്താണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ന്യൂട്രോണിൻ്റെ കാര്യം നമുക്ക് തൽക്കാലം മറക്കാം. ഓക്കെ, എന്താണ് നമ്മൾ സാധാരണ പറയാറുണ്ട്? ആറ്റം ഈസ് ന്യൂട്രൽ എന്ന് പറയാം അല്ലേ? എന്താണ് ആറ്റം ന്യൂട്രൽ എന്നത്? ഒരു ബോഡി ന്യൂട്രൽ എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ബോഡി ന്യൂട്രൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അതിലുള്ള പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെ എണ്ണം ഈക്വലാണ്. ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ആറ്റത്തിനുള്ളിലുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഇലക്ട്രോൺസിൻ്റെ എണ്ണവും തുല്യമാണ്, സെയിം ആണ്, റൈറ്റ്? അപ്പോൾ ടോട്ടൽ പോസിറ്റീവ് ചാർജ് പ്ലസ് ടോട്ടൽ നെഗറ്റീവ് ചാർജ് ആഡ് ചെയ്യുമ്പോൾ 0 വരും. അപ്പോൾ നമ്മൾ ആ ബോഡീനെ എന്ത് വിളിക്കും? ന്യൂട്രൽ. അപ്പോൾ ആറ്റത്തിനെ ആണെങ്കിലും ഒരു ബോഡീനെ ആണെങ്കിലും ന്യൂട്രൽ എന്ന് വിളിക്കാനുള്ള കാരണം ആ ബോഡിയിലെ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ അങ്ങനെ അല്ലാത്തൊരു സിറ്റുവേഷൻ ആലോചിക്കാം. അവിടെയാണ് നമ്മുടെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ വേർഡ് ഇലക്ട്രിക് ഇറ്റ് സെൽഫ് മീൻസ് ചാർജ് എന്നാണ്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഇത് ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ്. അതിനെ നമ്മൾ ഇങ്ങനെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ് പറയാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോ മീൻസ് ചാർജ്, സ്റ്റാറ്റിക്സ് മീൻസ് റെസ്റ്റ്, സംതിങ് അറ്റ് റെസ്റ്റ്. അപ്പോൾ സ്റ്റാറ്റിക് ചാർജസ്, റെസ്റ്റിലുള്ള ചാർജസിൻ്റെ സ്റ്റഡിയാണ് നമ്മൾ ഈ ചാപ്റ്ററിലും ഇതിനെ തൊട്ടടുത്ത സെക്കൻഡ് യൂണിറ്റിലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ ചാർജുകളുടെ വേൾഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യണം. ഓക്കെ, നോക്കൂ, എങ്ങനെയാണ് ഒരു ബോഡി ചാർജഡ് ആവുന്നത്? ഒരു ആറ്റം ചാർജഡ് ആവുന്നത് നമ്മൾ അതിനെ അയോൺ എന്ന് വിളിക്കും, നിങ്ങൾക്കറിയാം അല്ലേ? നമുക്കതിനെ വിശാലമായിട്ടൊന്നുകൂടി കാണാം. ഒരു ബോഡി ചാർജഡ് ആവുക എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥം തന്നെയാണ്. ആ ബോഡിയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ആ ബോഡിയിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം ആവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ദെൻ ദ ബോഡി ഈസ് കോൾഡ് ന്യൂട്രൽ. Next thing is number of proton is greater than number of electrons. എന്തായിരിക്കും സംഭവിക്കുക? Then the body will be having positive charge because
നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നാൽ അർത്ഥം ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറവാണ്. നമുക്ക് എന്ത് പറയാം? ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ്. തിരിച്ചും സംഭവിക്കാം, നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, then it is negative charge. എന്താ കാര്യം? എക്സസ് ഓഫ് ഇലക്ട്രോൺസ്, റൈറ്റ്? അപ്പോൾ ഒരു ബോഡി ചാർജ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് നോട്ട് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ആ ബോഡിയിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും സെയിം അല്ല എന്നാണ് അർത്ഥം. അപ്പോൾ രണ്ട് പോസിബിലിറ്റി ഇപ്പോൾ പറഞ്ഞ പോലെ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, തിരിച്ചും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഈ രണ്ട് പോസിബിലിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുതലാണ് ഇലക്ട്രോണിനേക്കാളും എന്ന് പറഞ്ഞാൽ അർത്ഥം ആ ബോഡിക്ക് പോസിറ്റീവ് ചാർജ് കൂടുതലാണ്. എന്താണ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം പ്രോട്ടോണിനേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞാൽ അർത്ഥം ആ ബോഡി നെഗറ്റീവ്ലി ചാർജഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് പറയാം, ഒരു ബോഡിയിൽ പ്രോട്ടോൺ അധികമാവുകയോ അല്ലെങ്കിൽ ഇലക്ട്രോൺ അധികമാവുകയോ ചെയ്യുമ്പോഴാണ് ബോഡി ചാർജഡ് ആവും. പക്ഷെ നമുക്കൊരു കാര്യം അറിയാലോ, ആറ്റത്തിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ആര് നിൽക്കുന്നത്? പ്രോട്ടോൺസ് നിൽക്കുന്നത്. അതിനൊരിക്കലും നമുക്ക് ഡയറക്റ്റായിട്ട് റിമൂവ് ചെയ്യാൻ, ഒരു ഫിസിക്കൽ പ്രോസസ്സ് വഴി റിമൂവ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇലക്ട്രോൺ എവിടെയാണ്? ന്യൂക്ലിയസിന് ചുറ്റും. പ്രോട്ടോൺ ഈസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന് ചുറ്റുമാണ് ആര് കറങ്ങുന്നത്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. ആ ഇലക്ട്രോൺസിനെ നമുക്ക് ചില പ്രോസസ്സുകളിലൂടെ റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ചില ബോഡികളിലേക്ക് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ പ്രോട്ടോൺസിൻ്റെ കാര്യം ഫിക്സഡ് ആണ്. പ്രോട്ടോൺസിനെ നമുക്ക് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ പറ്റില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ. അപ്പോൾ ബേസിക്കലി ഒരു ബോഡി ചാർജഡ് ആവുന്നതിൻ്റെ റീസൺ പ്രോട്ടോൺ അല്ലല്ലോ, പിന്നെ ആരായിരിക്കും? ഇലക്ട്രോൺ ആയിരിക്കും. ഇലക്ട്രോൺ കൂടുതലോ ഇലക്ട്രോൺ കുറവോ വരുമ്പോഴാണ് ആ ബോഡി ചാർജഡ് ആവുന്നത്. ഇലക്ട്രോൺ കൂടുതൽ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ കുറവ്, അല്ലേ? ബേസിക്കലി ഇത് രണ്ടും സംഭവിക്കുന്നത്, ഇലക്ട്രോൺ കൂടുതലാവുന്ന ഇലക്ട്രോൺ കുറവാവുന്നതും പ്രോട്ടോൺ കൂടി വരുന്നത് കൊണ്ടോ പ്രോട്ടോൺ കുറഞ്ഞത് കൊണ്ടോ അല്ല. പ്രോട്ടോൺസിൻ്റെ എണ്ണം ഫിക്സഡ് ആണ്. പക്ഷേ ആ ബോഡിയിലെ ആറ്റംസിൽ നിന്ന് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യപ്പെടാം, ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടാം. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് മീൻസ് ബേസിക്കലി നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം. നമ്മുടെ ടോപ്പിക്കിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതാ കേട്ടോളൂ, എക്സസ് അധികമാവുക ഓർ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് മേക്സ് എ ബോഡി ചാർജ്ഡ്. എക്സസ് ആവുക, ഇലക്ട്രോൺസ് അധികമാവുക, അല്ലെങ്കിൽ ഓർ ഡെഫിഷ്യൻസി കുറവ് വരിക, ഇലക്ട്രോൺസിൻ്റെ കുറവ് വരിക ഓഫ് ഇലക്ട്രോൺസ് മേക്സ് എ ബോഡി ചാർജ്ഡ്. ഇപ്പോൾ ഒരു ബോഡി ചാർജ്ഡ് ആവുന്നതിൻ്റെ റീസൺ ഒന്നിൽ ഇലക്ട്രോൺസ് അധികമാവുക അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കുറഞ്ഞു വരിക. ഇതിനാണ് ആ ബോഡി ചാർജ്ഡ് ആവുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ചാർജ് എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ്. ചാർജ് എന്നുള്ള ക്വാണ്ടിറ്റീനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ക്യൂ അല്ലെങ്കിൽ സ്മോൾ ക്യൂ എന്നുള്ള സിമ്പലാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഇറ്റ്സ് നോട്ട് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഇറ്റ്സ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, ഇറ്റ്സ് എ സ്കാലാർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ക്യൂ ഓർ ക്യാപിറ്റൽ ക്യൂ. ഇനി എന്തൊക്കെയാണ് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ്? മാസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? നമ്പർ 1, ലൈക്ക് ചാർജസ് റിപ്പൽ. ഓക്കെ, എന്താണ് ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ? പ്ലസ് പ്ലസ് ചാർജ് അല്ലെങ്കിൽ മൈനസ് മൈനസ് ചാർജ്, ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. ഓക്കെ, അൺലൈക്ക് ചാർജസ്, പ്ലസ് ആൻഡ് മൈനസ് ചാർജസ്, ദേ വിൽ അട്രാക്ട്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പോസിറ്റീവ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് ചാർജ്ഡ് ബോഡീസ് റിപ്പൽഷൻ ഉണ്ടാവും. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്, അതിനാണ് അൺലൈക്ക് ചാർജസ്, അങ്ങനെയുള്ള ബോഡീസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഇതാണ് ചാർജിൻ്റെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് ചാർജ് ഈസ് കൺസർവേഷൻ ഓഫ് ചാർജ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. കൺസർവേഷൻ ഓഫ് ചാർജ് മീൻസ് ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം ഈസ് ആൾവേസ് കൺസർവ്ഡ്. ഒരു സിസ്റ്റത്തിൻ്റെ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ റിയൽ ഓർ ഇമാജിനറി ബൗണ്ടറിക്കകത്തുള്ള നമ്മളെ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുക. അതിനുള്ളിലുള്ള ടോട്ടൽ ചാർജ് എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും. എന്നാൽ ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ആൾവേസ് കൺസർവ്ഡ്, ഓർ യു ക്യാൻ സേ ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. എന്താ കാര്യം എന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ പറഞ്ഞു ഒരു ബോഡീനെ ചാർജ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാം? ന്യൂട്രൽ ആയിട്ടൊരു ബോഡി, ന്യൂട്രൽ ആയിട്ടൊരു ബോഡി ഇതിനെ ചാർജ് ചെയ്യാൻ എന്ത് ചെയ്യുക? ഐദർ വി ആർ ആഡിങ് ഇലക്ട്രോൺസ് ടു ദാറ്റ് ബോഡി ഓർ റിമൂവിങ് ഇലക്ട്രോൺസ് ഫ്രം ദാറ്റ് ബോഡി.
റൈറ്റ്? രണ്ട് ചെയ്താലും നമ്മൾ ഇതിലേക്ക് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുമ്പോൾ ഈ ബോഡി നെഗറ്റീവ് ചാർജ് ആവും, കാരണം എക്സസ് ആയി. പക്ഷേ നമ്മൾ ഇലക്ട്രോൺസ് എടുത്ത ബോഡിയോ പോസിറ്റീവ് ചാർജ് ആയിട്ടുണ്ടാവും. തിരിച്ചു സംഭവിക്കാം. ഇതിൽ കുറച്ച് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തെന്ന് വിചാരിക്കാം. എന്താ സംഭവിക്കുക? ഈ ബോഡി പോസിറ്റീവായി, പക്ഷേ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിമൂവ് ചെയ്യപ്പെട്ട് എവിടെയാണോ ഇലക്ട്രോൺസ് എത്തിച്ചാൽ അവിടെ എന്തായിട്ടുണ്ടാവും? നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ചാർജ് എത്രയാണ്? സെയിം തന്നെയല്ലേ, നേരത്തെ ഉള്ള അതേ വാല്യൂ. നേരത്തെ ഇതിൻ്റെ ടോട്ടൽ ചാർജ് എന്താണ്? സെയിം ആണ്. അപ്പോൾ നമ്മളൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ ടോട്ടൽ ചാർജ് മാറുന്നില്ല, അതിൻ്റെ ലൊക്കേഷൻ മാറുന്നത് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അതായത് പുതിയ ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതേപോലെ ചാർജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ന്യൂട്രൽ ആക്കാം. ന്യൂട്രൽ ആയാലും അതിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അവിടെ ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 0 കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ലോ. യൂണിവേഴ്സൽ ലോ മീൻസ് ഇറ്റ്സ് ഒബേഡ് ബൈ ഓൾ പാർട്ടിക്കിൾസ്, ഓൾ പ്രോസസ്, ഫിസിക്കൽ ഓർ കെമിക്കൽ ഓർ ന്യൂക്ലിയർ റിയാക്ഷൻസിലെല്ലാം ഈ ലോ വാലിഡ് ആണ് എന്നാണ് അർത്ഥം. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് ചാർജ്. തേർഡ് വൺ ഈസ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ മീൻസ് വാട്ട്? ഫിസിക്സിൽ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ക്വാണ്ടിറ്റി റെഗുലർ സ്റ്റെപ്സിലാണ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ റെഗുലർ സ്റ്റെപ്സിലാണ് ഡിക്രീസ് ചെയ്യുക എന്നാണ് അർത്ഥം. ജസ്റ്റ് ലൈക്ക് സ്റ്റെപ്സ്. ക്വാണ്ടൈസേഷൻ. ഒരു സ്റ്റെപ്പിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. സി എ സ്റ്റെപ്പ്. എന്താണ് സ്റ്റെപ്പിൻ്റെ പ്രത്യേകത? സ്റ്റെയറിൻ്റെ പ്രത്യേകത അതിൻ്റെ ഡിസ്റ്റൻസ് ഒരു സ്റ്റെയറിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് അറിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ആ സ്റ്റെപ്സിൻ്റെ എല്ലാ സ്റ്റെപ്സിൻ്റെയും ഡിസ്റ്റൻസ് എന്താണ്? ഈക്വൽ ആണ്. ഇങ്ങനെ റെഗുലർ റിപ്പീറ്റേഷൻസ് ഉള്ള, ഇൻറ്റഗ്രൽ റിപ്പീറ്റേഷൻസ് ഉള്ള ഒരു സ്റ്റെപ്പിൻ്റെ മൾട്ടിപ്പിൾ ആണ്, 2, 3, 4 മൾട്ടിപ്പിൾ ആണ് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ദൂരം. ഒരു സ്റ്റെപ്പിൻ്റെ ദൂരം അറിഞ്ഞാൽ 10 സ്റ്റെപ്സിലേക്കുള്ള ദൂരം 10 ഇൻറ്റു ഒരു സ്റ്റെപ്പിൻ്റെ ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറയുന്നത് പോലെ ഒരു വാല്യൂവിൻ്റെ റെഗുലർ മൾട്ടിപ്ലിക്ക് 1, 2, 3, 4 മൾട്ടിപ്പിൾസ് നമ്മൾ അതിൻ്റെ മാത്സിൽ പറയാം ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ എന്നാണ് പറയുക. ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് വാല്യൂവിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ എന്ന് ജനറലായിട്ട് പറയാം. അപ്പോൾ ചാർജിൻ്റെ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ബോഡി ന്യൂട്രൽ ആയിരിക്കുന്ന ഒരു ബോഡീനെ ചാർജ് ചെയ്യാൻ മിനിമം ചെയ്യേണ്ടത് എന്താണ്? ഒന്നുകിൽ ആ ന്യൂട്രൽ ആയിട്ടുള്ള ബോഡിയിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ ബോഡി എന്താവും? പോസിറ്റീവ്ലി ചാർജ് ആണ്. കാരണം അതിൽ ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ട്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ആയിരുന്നു. അതിന് ഒരു ഇലക്ട്രോൺ ഒഴിവാക്കി, അപ്പോൾ ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് അധികമായി. തിരിച്ച് ഒരു ബോഡീനെ നെഗറ്റീവ് ചാർജ് ആക്കാൻ എന്താ ചെയ്യുക? ഒരു ഇലക്ട്രോൺ എടുത്തിട്ട് ഈ ബോഡിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇത് നെഗറ്റീവ് ചാർജായി, ഒരു ഇലക്ട്രോൺ അധികമായി. ശരിയല്ലേ? അതല്ലേ ഈ ബോഡിക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ചാർജും ഏറ്റവും ചെറിയ നെഗറ്റീവ് ചാർജും? അതിനേക്കാൾ ചെറുതൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇലക്ട്രോണിനെ മുറിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ മിനിമം ഒരു ബോഡീനെ നെഗറ്റീവോ പോസിറ്റീവോ ആക്കാൻ ചെയ്യേണ്ട മിനിമം ആ ബോഡിയിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ബോഡിയിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. റൈറ്റ്? അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചാർജ് എത്ര എന്ന് ചോദിച്ചാൽ അത് ആരുടെ ചാർജാണ്? ഒരു ഇലക്ട്രോണിൻ്റെയോ ഒരു പ്രോട്ടോണിൻ്റെയോ ചാർജാണ്. അത് പ്ലസ് ആവാം മൈനസ് ആവാം, അല്ലേ? അപ്പോൾ ഏറ്റവും ബേസിക് വാല്യൂ ഓഫ് ചാർജ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 1.6 × 10⁻⁻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 ⁻
ചാർജിൻ്റെ അടുത്ത ചാർജ് വാല്യൂ എത്ര, ഈ ബോഡിക്ക് അടുത്ത ചാർജ് ഉണ്ടാവാൻ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്തു, അപ്പോൾ ഒരു ചാർജ് വന്നു അല്ലേ, +1e. അടുത്ത ചാർജ് എത്ര, ഒരു ഇലക്ട്രോൺ കൂടി റിമൂവ് ചെയ്യുക, +2e. അടുത്ത ഒന്നുകൂടി +3e. ഇങ്ങനെയല്ലേ പോവാ. സോ 1 2 3 4 5 മൾട്ടിപ്പിൾസ് ഓഫ് ഇ വാല്യൂ. ഇ എന്ന് പറഞ്ഞാൽ എത്ര, ഇലക്ട്രോണിൻ്റെ പ്രോട്ടോണിൻ്റെ ചാർജ്. 1.6 × 10⁻⁻19 കൂളും. Right? That means quantization of charge explains that. It states that the total charge of a body, total charge or charge of a body is the integral multiple of basic value of charge. Basic value of charge is E. Okay. നമുക്ക് അതിന് ഇക്വേഷൻ ആയിട്ട് ഇങ്ങനെ എഴുതാം. Q is equal to charge of a body. Q is equal to plus or minus NE. Okay. E is the basic value of charge. N is equal to 1 2 3 4 etc. That is known as integral multiple of charges. Integral multiple 1 2 3 4 multiple is known as integral multiple. Okay, so that is quantization of charge. Then another property of charge is additive property of charge. So what do you mean by additive property? എങ്ങനെയാണ് നമ്മൾ ആറ്റം ന്യൂട്രൽ ആണെന്ന് പറഞ്ഞത്, എങ്ങനെയാണ് ഒരു ബോഡി ന്യൂട്രൽ ആണെന്ന് പറഞ്ഞത്, അതേ കൺസെപ്റ്റ് തന്നെയാണ്. ഒരു ബോഡി ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അതിലുള്ള എല്ലാ ടോട്ടൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജിനെ ആഡ് ചെയ്തു.
ഒരു ബോഡി പോസിറ്റീവ് ആണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ ചാർജ് പോസിറ്റീവ് വന്നു. നെഗറ്റീവ് എന്ന് എങ്ങനെയാണ് പറഞ്ഞാൽ എല്ലാ ചാർജസും ആഡ് ചെയ്തപ്പോൾ നെഗറ്റീവ് വാല്യൂ വന്നു. ഇതിനാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. സോ അഡിറ്റീവ് പ്രോപ്പർട്ടി മീൻസ് total charge of a body is the algebraic sum of different charges of the body. Okay, different charges of ആ ബോഡിയുടെ പല ഭാഗത്തുള്ള ചാർജസിന്റെ ആൽജിബ്രിക് സം മീൻസ് പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയിട്ടും ആഡ് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. അങ്ങനെയാണ് ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് കിട്ടുക. ദാറ്റ് ഈസ് നോൺ ആസ് അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ചാർജ്. ഓക്കെ, ദെൻ ചാർജ് ഇസ് എ സ്കാലർ ക്വാണ്ടിറ്റി, നേരത്തെ പറഞ്ഞു. ദെൻ ദ ഡയമെൻഷൻ ഓഫ് ചാർജസ്, നമുക്കറിയാം കറണ്ട് ഇസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം ആണ്. കറണ്ട് മീൻസ് ഇലക്ട്രിക് കറണ്ട് മീൻസ് ചാർജ് ഫ്ലോയിങ് പെർ unit time ആണ്. So I is equal to Q by T. Therefore Q is equal to IT. Therefore the dimension of charge is equal to A raised to 1 T raised to 1. And the SI unit of charge is Coulomb. Charles Augustin D. Coulomb എന്നുള്ള സയൻറ്റിസ്റ്റിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചാർജിൻ്റെ യൂണിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന Coulomb എന്നുള്ള യൂണിറ്റ് ആണ്. ഇറ്റ്സ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ C. So SI unit of charge is Coulomb. പക്ഷെ 1 കൂളും എന്ന് പറയുന്ന ചാർജ് ഒന്നും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇല്ല. അത്രയും വലിയ ചാർജാണ് 1 കൂളും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 1 കൂളും എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് വാല്യൂ ഓഫ് ചാർജ് ബിക്കോസ് സി നോ ക്യൂ സിക്കൽ ടു എൻ എന്നല്ലല്ലോ. അപ്പോൾ ക്യൂ ഇസിക്കൽ ടു 1 കൂളും വന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എൻ എത്ര വരണം? എൻ ക്യൂ സിക്കൽ എൻ ഇ ദെൻ എൻ ഇസിക്കൽ ടു ക്യൂ സിക്കൽ എൻ ഇ ദെൻ എൻ ഇസിക്കൽ ടു ക്യൂ ബൈ ഇ. ക്യൂ 1 കൂളും എന്ന് കൊടുക്കാം. So n is equal to 1 coulomb divided by E 1.6 into 10 raised to minus 19. Its value is 6.25 into 10 raised to 18. 6.25 into 10 raised to 18. So it's a very big value of number of electrons. So that much electrons cannot be added or removed directly in electrostatic situation. അതുകൊണ്ട് തന്നെ 1 coulomb is a big value of charge. പറയുന്നത് 1 കൂളമ്പിനേക്കാൾ താഴെയുള്ള വാല്യൂസ് ആണ് നമുക്ക് സാധാരണ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുന്നത്. അതുകൊണ്ട് നമ്മൾ SI പ്രഫിക്സുകൾ യൂസ് ചെയ്യും. ഈ യൂണിറ്റിന് മുമ്പിൽ അത് ചെറുതാക്കാൻ വേണ്ടി ചില പ്രഫിക്സുകൾ യൂസ് ചെയ്യും. നോക്കൂ, ഫസ്റ്റ് കൊടുത്ത് മില്ലി കൂളം മീൻസ് 10 raised to minus 1/1000 കൂളം. മൈക്രോ കൂളം 10 raised to minus 6 കൂളം. നാനോ കൂളം 10 raised to minus 9 കൂളം. പൈക്കോ കൂളം 10 raised to minus 12 കൂളം. ഇങ്ങനെയുള്ള യൂണിറ്റുകൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാൽക്കുലേഷൻസ് വരുമ്പോൾ യൂണിറ്റ് കൺവേർട്ട് ചെയ്ത് മില്ലി കൂളം എന്ന് 10 raised to minus 3 കൂളം എന്ന് മാറ്റിയിട്ട് പ്രോബ്ലംസ് ചെയ്യണം. CGS unit of charges ESU. ESU is electrostatic unit. It's otherwise known as stat coulomb. Okay. വേറെ ഒരു യൂണിറ്റ് കൂടി ഉണ്ട്. 1 coulomb basically 3 into 10 raised to 9 ESU ആണ് conversion. EMU another unit, electromagnetic unit is there. Okay. EMU and 1 coulomb basically 1/10 EMU. Okay. ഇതാണ് charge and its properties.